വചനജായ 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 വചനജായ. ദൈവാലയത്തെക്കുറിച്ചുള്ള മഹനീയമായ ഒരു വിവരണവും അതിനുശേഷം യേശുനാഥൻ ദൈവാലയ പരിസരങ്ങളിലും ദൈവാലയത്തിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും അരുതാത്തതിനെയൊക്കെ തല്ലി പുറത്താക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരമായ ഒരവസ്ഥ. ഈശോയുടെ ക്ഷമയെക്കുറിച്ചും സഹതാപത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഒത്തിരി സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നാം വിട്ടുപോകുന്ന ഒരു വചനഭാഗമാണിത്. കോപിക്കുന്ന യേശുവിൻ്റെ ഒരു ചിത്രം. സമാന്തര സുവിശേഷകരുടെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഇവയൊക്കെ നടക്കുന്നത് സുവിശേഷത്തിൻ്റെ പരസ്യജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ്. കൂടുതലായൊന്നും അവരിതിനെക്കുറിച്ച് സംസാരിക്കുന്നുമില്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നേരെ മറിച്ചാണ്. പരസ്യജീവിതം തുടങ്ങുമ്പോൾ തന്നെ ഒരു ശുദ്ധീകരണം നടത്തി അവൻ തുടങ്ങുകയാണ്. യേശുനാഥൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 പ്രാവശ്യമാണ് ദൈവാലയത്തിൽ വരുന്നത്. ഒന്ന് 12-ാം വയസ്സിൽ കാണാതെ പോകുന്നതാണ്. നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദന മാതാപിതാക്കളുടെ ഉള്ളിലുള്ളപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുത്തി തന്നിലേക്ക് ചേർത്ത് നിർത്തിയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അതിൽ സന്തോഷിക്കുന്നവനാണ് ഈശോ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? വീണ്ടും ഈശോയെ ദൈവാലയത്തിൽ നാം കാണുന്നത് ഈ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. ഇതൊരു മനുഷ്യൻ്റെ ദൈവവിളിയുടെ തീരുമാനങ്ങളുടെയും വളർച്ചയുടെയും ഭാഗമാണ്. വചനപ്രഘോഷണത്തിനായിട്ട് ദൈവത്തെ പ്രഘോഷിക്കുവാനായി പുറത്തേക്കിറങ്ങുന്നവൻ ഒരു കുമ്പസാരം പോലെ തന്നെ, അനുരഞ്ജനം പോലെ ഈ കൂദാശ സ്വീകരിക്കുമ്പോൾ ഇതൊരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയാണ്. 12-ാമത്തെ വയസ്സിൽ ഉത്തരവാദിത്വമെടുക്കുവാൻ പ്രായമായവൻ സാവധാനത്തിൽ ജീവിതത്തെ കണ്ടു തുടങ്ങി യാത്ര മുന്നോട്ട് പോയി 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഒരു പ്രവർത്തനത്തിനായി ദൈവാലയത്തിലേക്ക് വരുമ്പോൾ അവൻ അത്ര സന്തോഷവാനല്ല. അവൻ കണ്ട ദൈവാലയവും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വർഷങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ദൈവാലയത്തിൻ്റെ ഈ ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവാലയത്തിൻ്റെ ഘടനയൊന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ജെറൂസലേം ദൈവാലയത്തിൻ്റെ അങ്കണങ്ങൾ വ്യത്യസ്തമാണ്. ഏറ്റവും പുറത്തുള്ള ഈ അങ്കണം സർവർക്കും വന്ന് കയറി ഇറങ്ങി പോകുവാൻ പറ്റുന്നൊരിടമാണ്. ഇവിടെ വ്യവസായം നടക്കുന്നുണ്ട്, നാണയമാറ്റങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ വിൽപ്പനകൾ അവിടെ നടക്കാൻ സാധിക്കുമോ അതെല്ലാം നടക്കുന്നുണ്ട്. എല്ലാ നാട്ടുകാർക്കും അവിടെ വരാം. വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും അവിടെ വരാം. ഒരു പക്ഷേ യേശുനാഥൻ ഇവിടെ നിന്നായിരിക്കണം ഈ പ്രവർത്തനം തുടങ്ങുന്നത്. അടുത്ത ഭാഗത്തേക്ക് കിടക്കുമ്പോൾ പ്രധാനമായിട്ടും നാം കാണുന്നത് സ്ത്രീകളുടെ ഇടമാണ്. സ്ത്രീകൾക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള 2-ാമത്തെ അങ്കണം. പ്രാർത്ഥനയുണ്ടവിടെ. ദൈവത്തെ ആരാധിക്കുവാനായി അവിടം വരെ മാത്രം അനുവാദമുള്ള സ്ത്രീകൾ. അവർ അവിടെ വന്ന് നിന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് തിരികെ പോകുന്നു. 3-ാമത്തെ അങ്കണം ഇസ്രായേൽക്കാരുടെ ഇടമാണ്. ഇവിടെ പ്രാർത്ഥനയും സ്തുതിപ്പുകളും റബ്ബിമാരും അതോടൊപ്പം തന്നെ ഒരല്പം ഗൗരവപരമായി വചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും വിചിന്തനം ചെയ്യുകയുമൊക്കെ ചെയ്യുന്നൊരിടമാണ്. ഒരുപക്ഷെ ഇവിടെ ആയിരിക്കണം 12 വയസ്സുള്ള ആ ബാലൻ വന്നിരുന്ന് ശാസ്ത്രികളോട് തർക്കിച്ചത്. 4-ാമത്തെ ഇടം പുരോഹിതന്മാരുടെ ഇടമാണ്. ധൂമവും ബലിയും പഠനങ്ങളുമൊക്കെ നടക്കുന്നൊരിടം.
പുരോഹിതന്മാർ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. 5-ാമത്തെ ഇടം ബലിപീഠത്തിൻ്റെ ഇടമാണ്. ഇവിടെയാണ് ആരാധന നടക്കുക, ബലി നടക്കുക. ദൈവത്തിനു വേണ്ടി പുരോഹിതന്മാർ, ദൈവത്തിൻ്റെ മുൻപിൽ പുരോഹിതന്മാർ ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത്. 5-ാമത്തെ ഇടമാണ് ഏറ്റവും 6-ാമത്തെ ഇടമാണ് ഏറ്റവും അവസാനത്തെ വാഗ്ദാന പേടകം. ദൈവം നൽകിയ കൽപ്പനകളുടെ കൽപ്പടകളൊക്കെ ഉള്ള സ്ഥലം. ഈ ഘടന മനസ്സിലാക്കുന്നിടത്താണ് യേശുവിൻ്റെ ദൈവത്തിനോടുള്ള സ്നേഹവും ഈ സാഹചര്യത്തിലുള്ള കോപവും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ സാമൂഹികമായ പശ്ചാത്തലത്തിലൂടെ ഒന്ന് ചിന്തിക്കുന്നത് നന്ന്. ഷെക്കീന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമെന്ന് തന്നെയാണ്. ഇതൊരു ഷെക്കീന അനുഭവമാണ്. ദൈവാലയത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, അവൻ്റെ വചനം ശ്രവിക്കുന്ന, അവൻ്റെ വിശുദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നെടുക്കുവാൻ എനിക്ക് സാധിക്കുന്ന ഒരിടമായി മാറണം. അത്തരത്തിലുള്ള സാധ്യതകൾ നഷ്ടപ്പെടുന്നിടത്താണ് യേശുനാഥൻ കോപിക്കുന്നത്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല? ശുദ്ധീകരണം ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ നടക്കണം. ഞാൻ എൻ്റെ സംസാരത്തിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ വായനകളിൽ, എൻ്റെ എഴുത്തുകളിൽ, എൻ്റെ സംസർഗങ്ങളിൽ, ഞാൻ പോകുന്നിടങ്ങളിൽ, ഇവിടെ എല്ലാമൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിലുണ്ടാവുമ്പോൾ എൻ്റെ ഉള്ളിൽ നടക്കേണ്ട, അനുനിമിഷം നടക്കേണ്ട ഒരു പ്രക്രിയയാണ് ഈ വിശുദ്ധീകരണം. അങ്ങനെയാണെങ്കിൽ ത്രിത്വത്തിൻ്റെ വിശുദ്ധ എലിസബത്ത് പറയുന്നത് പോലെ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നുവെന്ന് നീ തിരിച്ചറിയണം. ഈ തിരിച്ചറിവാണ് എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി വിശുദ്ധീകരിക്കുവാൻ, ദൈവത്തിൻ്റെ ആലയമാകുന്ന എൻ്റെ ഉള്ള് ദൈവാലയമായി മാറണമെങ്കിൽ അവിടെ വിശുദ്ധീകരണം നടക്കണം. അങ്ങനെ ആവുമ്പോൾ സൂചിപ്പിച്ച ഈ ദൈവാലയത്തിൻ്റെ അങ്കണങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എവിടെ വരെ എനിക്ക് മറ്റുള്ളവരെ, അവിശ്വാസിയായവനെ, വിജാതീയനെ, ദൈവത്തിൽ വിശ്വസിക്കാത്തവനെ, മറ്റ് ദൈവങ്ങളിൽ, വിഗ്രഹങ്ങളിൽ വിശ്വസിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, അന്ധവിശ്വാസങ്ങളായി നടക്കുന്നവനെ എന്തുമാത്രം എനിക്കെൻ്റെ ദൈവാലയത്തിലകത്തേക്ക് കടത്തുവാൻ പറ്റും? ഒരു പരിധി കാണുന്നുണ്ട് അവിടെ. ആദ്യത്തെ അങ്കണത്തിൽ നാം സൂചിപ്പിച്ച കാര്യം ഇതാണ്. വ്യവസായികൾക്കും വിൽപ്പനക്കാർക്കും സാമൂഹികമായ ഇടപെടലുകളിൽപ്പെടുന്നവർക്കും ഒക്കെ വന്നു പോകാൻ പറ്റുന്നൊരിടമാണ് ഈ പറയുന്ന സ്ഥലം. അങ്ങനെയുള്ളവർക്ക് പ്രവേശനം ഈ ആദ്യ അങ്കണം വരെ മാത്രം. അതിനുള്ളിലേക്കുള്ള പ്രവേശനം വിശ്വാസികൾക്കുള്ളതാണ്. ഇത് ദൈവാലയത്തിലെ കാര്യമാണ് പറയുന്നത്, ഇതെൻ്റെ ഉള്ളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യനെ, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ജീവനിലേക്ക്, എൻ്റെ ചുറ്റുപാടുകളിലേക്ക് വിശ്വാസിയായ ഞാൻ ദൈവത്തിൻ്റെ ജീവൻ എന്നിലൂടെ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവൻ നൽകിയ വചനങ്ങൾ പകർന്നു കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന മതേതരത്വവും മറ്റു കാര്യങ്ങളുമൊക്കെ എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നു. വിശ്വാസമില്ലാത്തവനെ ദൈവാലയത്തിൽ കയറ്റിയിരുത്തുവാൻ, വിശ്വാസമില്ലാത്തവനോട് എപ്രകാരം എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണം, എന്തുമാത്രം അവൻ്റെ കൂടെ ഞാനായിരിക്കണം, അവൻ്റെ കൂടെ ഞാനായിരിക്കുമ്പോൾ അവൻ്റെ സ്വഭാവശീലങ്ങളുമായി സാവധാനത്തിൽ ഒത്തുചേർന്ന് ഇസ്രായേൽ ജനം ചെയ്തതുപോലെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന, മറ്റു ദൈവങ്ങൾക്ക് എൻ്റെ ദൈവത്തേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോകുന്നുണ്ടോ? ആരാധനയ്ക്കായി ദൈവാലയത്തിൽ വരുന്നവൻ, ആരാധനയ്ക്കുള്ള യാത്രയിലേക്ക് അവൻ ദൈവാലയത്തിലേക്ക് വരുന്ന വഴി കാണുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഒത്തിരി വിൽപ്പനകളും നാണയമാറ്റങ്ങളും ഒക്കെ അവിടെ നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അറിയാതെ കയറുന്ന പാടില്ലാത്ത ചിന്തകളും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഷെക്കീന അനുഭവം എനിക്കെങ്ങനെ നേടുവാൻ സാധിക്കും? കർമ്മലീത ആധ്യാത്മികതയാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനെ കുറിച്ച് സംസാരിക്കുന്നത്. നിൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നിനക്ക് അറിവുകൾ ലഭിക്കുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിനക്ക് ലഭിക്കുന്ന അറിവുകൾ എപ്രകാരം നീ നിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു, അവ എപ്രകാരം നിന്നെ സ്വാധീനിക്കുന്നു. ഉള്ളിലേക്ക് കയറുന്ന ഈ പറയുന്ന അറിവുകളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാൻ അർഹതപ്പെട്ടതാണോ? അതിന് ഞാൻ അനുമതി കൊടുക്കണമോ? കയറ്റിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഉള്ളിനെ എത്രമാത്രം വിശുദ്ധീകരിക്കും, എൻ്റെ ഉള്ളിനെ എത്രമാത്രം അത് മോശകരമാക്കി മാറ്റും. കൂടെയുള്ളവരോടൊപ്പം നടക്കുമ്പോൾ ഒപ്പം നടക്കുന്നവൻ്റെ നന്മ തിരിച്ചറിയുവാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ തിരിച്ചറിയുവാൻ സാധിക്കണം. ആ കുറവുകൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകരുത്. അവൻ്റെ കൂടെ നടക്കരുതെന്നല്ല പറയുന്നത്. നേരെ മറിച്ച് അവൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ മോശമായ കാര്യങ്ങളെ നീ നിൻ്റെ ജീവിതത്തിലേക്ക് എടുക്കരുത്.
നീയാകുന്ന നിൻ്റെ ഉള്ളാകുന്ന ദൈവാലയത്തിലേക്ക് മറ്റൊരു കാര്യം കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന കാര്യത്തെ കൂടി വിശുദ്ധീകരിക്കുവാനുള്ള നന്മ നിന്നിലുണ്ടോ? നിൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിൻ്റെ അഗ്നിയാണെങ്കിൽ, ആത്മാവിൻ്റെ നിറവിലാണെങ്കിൽ എപ്രകാരം നിനക്കതിനെ നന്മയോടെ കൊണ്ടുപോകുവാൻ സാധിക്കും? അഗ്നിയിലേക്ക് കടന്നു വരുന്നവ ശരിയല്ലാത്തവയാണെങ്കിൽ ആ അഗ്നിയിൽ ദഹിക്കണം. അഗ്നിയിലേക്ക് കടന്നു വരുന്നവ നന്മയുള്ളതാണെങ്കിൽ അവ ഒന്നുകൂടി വിശുദ്ധീകരിക്കപ്പെടണം, പൂർത്തിയിലേക്ക്, നന്മയിലേക്ക് എത്തപ്പെടുവാൻ സാധിക്കണം. 12 വയസ്സുള്ള ബാലൻ മുതൽ 30 വയസ്സുള്ള ഈ ഒരു യുവാവിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളതല്ല. കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ, അവൻ അനുഭവിച്ച കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ അവൻ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിന് മറ്റൊരു മാനം, അന്നുവരെ ഇല്ലാത്ത ഒരു ജീവിത ശൈലിയിലേക്ക് അവൻ മാറുമ്പോൾ ഇത് നമ്മുടെ തന്നെ ജീവിതമാണ്. നാം ജീവിക്കുന്ന ഈ സമൂഹം ഒരു സെക്കുലർ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സാവധാനത്തിൽ മനുഷ്യനെ കൊണ്ട് ദൈവം ഇല്ല എന്ന് പറയിപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ സെക്കുലറിസത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഇടയ്ക്കെങ്കിലും നിൻ്റെ ഉള്ളിൽ ചിന്തിച്ചു പോകുന്നുണ്ടോ ഈ ദൈവമുണ്ടോ എന്ന്? ദൈവമില്ല എന്ന് നിന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് നിന്നെ കൊണ്ടെത്തിക്കുന്നുണ്ടോ? 12ഉം 13ഉം വർഷങ്ങൾ മതബോധന പഠനങ്ങളൊക്കെ നടത്തി കൂദാശകളെക്കുറിച്ച് അറിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ദൈവാലയത്തിൽ ചെയ്ത് ഒരു തീരുമാനമെടുക്കേണ്ട പ്രായമാവുമ്പോൾ എന്തേ നമ്മളുടെ മക്കളൊക്കെ ചിലപ്പോഴെങ്കിലും മറ്റു ദൈവങ്ങളിലേക്ക് പോകുന്നു? തിരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതേതെന്ന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് തിന്മ തിരഞ്ഞെടുത്തു പോകുന്നു? പ്രിയപ്പെട്ടവരെ, ഇതൊരനുഭവമാണ്. ഉള്ളിൽ നടക്കേണ്ട വിശുദ്ധീകരണത്തിൻ്റെ, ശുദ്ധീകരണത്തിൻ്റെ അനുഭവം. നിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് നീ ആദ്യം തിരിച്ചറിയണം. കുറവുകൾ അംഗീകരിക്കുവാൻ എനിക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ നിറവ് നിൻ്റെ ഉള്ളിലുണ്ടെന്ന് അംഗീകരിക്കുവാൻ നിനക്ക് സാധിക്കണം. അങ്ങനെയാവുമ്പോൾ നിൻ്റെ ഉള്ളൊരു ദൈവാലയമാകും. ആ ദൈവാലയത്തിന് ചുറ്റുപാടുകളിലുള്ള അരുതാത്ത കാര്യങ്ങൾ, ദൈവാലയത്തിലേക്ക് കയറ്റുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ എടുത്തു പുറത്താക്കുവാൻ നിനക്ക് സാധിക്കും. ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ദൈവാലയ പരിസരങ്ങളും പശ്ചാത്തലങ്ങളുമൊക്കെ മോശമായ കാര്യങ്ങൾക്കു വേണ്ടി മോശമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ നിൻ്റെ ദൈവാലയത്തിൻ്റെ അർത്ഥമെന്താണ്? നിൻ്റെ ഉള്ള് ദൈവാലയമാണെങ്കിൽ ഈ പറയുന്ന ചുറ്റുപാടുകളിൽ നടക്കുന്ന, ദൈവാലയ പരിസരങ്ങളിൽ നടക്കുന്ന ശരിയല്ലാത്ത കാര്യങ്ങളെ നിൻ്റെ ജീവിതത്തിലൂടെ എപ്രകാരം നീ വ്യാഖ്യാനിക്കും? നിശബ്ദത നന്മ തന്നെയാണ്, ആഴമുള്ളതുമാണ്. തീർച്ചയായും ഒത്തിരി അർത്ഥമുള്ള നിശബ്ദതയാണ്. എന്നാൽ നിശബ്ദമാകുമ്പോൾ ഓർക്കുക, അത് ശബ്ദമുള്ളവന് നിന്നെ തകർക്കുവാനുള്ള ചില ആയുധങ്ങളായി മാറിപ്പോകുന്നുണ്ടോ? ശബ്ദിക്കുവാൻ സാധിക്കട്ടെ നമുക്ക്. ദൈവാലയത്തിൽ കയറ്റാൻ പാടില്ലാത്ത, ദൈവാലയത്തിൽ കാണാൻ പാടില്ലാത്ത, ദൈവാലയത്തിൽ സംസാരിക്കാൻ പാടില്ലാത്ത, ദൈവാലയത്തിലിരുന്ന് ചിന്തിക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ അത് പുറത്തുള്ള നാം പ്രാർത്ഥനയ്ക്കായി പോകുന്ന ദൈവാലയമാകാം, നിൻ്റെ ഉള്ളാകുന്ന ദൈവാലയമാകാം. തിരുത്തപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം, എടുത്തു പുറത്താക്കപ്പെടണം. ശുദ്ധീകരിച്ച് ദൈവത്തിന് ഉള്ളിൽ വസിക്കുവാൻ സാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാലയമാക്കി മാറ്റാൻ സാധിക്കണം. ദൈവം നമ്മെ അതിനനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ